ഹായ് എവരി വൺ, ബെൻസ് ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും സുപരിചിതവുമായ ഫിഷ് മോളിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. നമുക്കെന്നാൽ വീഡിയോ കണ്ടിട്ട് വന്നല്ലോ. ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: നല്ല ദശക്കട്ടിയുള്ളൊരു മീനാണ് ഇതിനാവശ്യം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കിങ് ഫിഷാണ്, 250 ഗ്രാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞത്, ഒരു അരമുറി നാരങ്ങ, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, ഒരു തക്കാളി റൗണ്ടായി അരിഞ്ഞത്, ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്, ചെറിയൊരു പിടി തേങ്ങ. കാഷ്യൂ നട്ടും തേങ്ങയും ആദ്യം തന്നെ നന്നായി അരച്ച് മാറ്റി വെക്കണം. കറിവേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, 1/4 കപ്പ് 2 പാല്, 1/4 കപ്പ് 1 പാല്. ആദ്യം ഫിഷ് മാരിനേറ്റ് ചെയ്യുന്നതിനായി ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പും ചെറുനാരങ്ങ നീരും കുറച്ച് എണ്ണയും ഒഴിച്ച് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം മീനെടുത്ത് ഇതിൽ മാരിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഒരു പകുതി വേവാകുമ്പോഴേക്കും ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇതൊരു 2 സൈഡും ഒരു ഷാലോ ഫ്രൈ ആയാൽ മതി. അതിനുശേഷം നമുക്കിതെടുത്ത് മാറ്റാം. അതിനുശേഷം അതേ എണ്ണയിലേക്ക് തന്നെ സ്പൈസസ് ഇട്ട് കൊടുക്കാം. സ്പൈസസൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതിൻ്റെ നിറം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് പച്ചമുളകും സവാള ഇട്ട് കൊടുക്കാം. സവാളയുടെ നിറം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. സവാള നന്നായി വഴന്ന് അതിന് ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ടതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വേവിക്കാം. 15 മിനിറ്റിന് ശേഷം ഇതിലേക്ക് 1 പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം അരച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂവും തേങ്ങയും ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഫ്രഷ് ക്രീം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇത് നല്ല തിക്കായി കിട്ടും. അവസാനമായിട്ട് ഇതിന് ടോപ്പിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇതിനെ ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കൂടി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് മോള് റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.